ജയിലിൽ നിന്ന് വന്ന ശേഷം ആ വലിയ വീട്ടിൽ ആരും കാണാതെ ഒളിച്ചു താമസിക്കാൻ തുടങ്ങിയ തെസൂക്ക് വീട്ടുകാർ തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ നിഴലിലെന്ന പോലെ സ്ഥാനം മാറി ഒളിഞ്ഞിരുന്നു. കോളേജ് വിദ്യാഭ്യാസമുണ്ടെങ്കിലും ജോലിയില്ലാത്ത ഇയാൾ ആരുമില്ലാത്ത വീടുകൾ കണ്ടുപിടിച്ച് അവിടെ താമസിച്ച് ശീലിച്ചവനാണ്. വീടുകളിൽ ഒട്ടിക്കുന്ന പരസ്യ ലഘുലേഖകൾ 3 ദിവസം കഴിഞ്ഞും അവിടെ തന്നെ ഇരുന്നാൽ ആൾതാമസമില്ലെന്നുറപ്പിച്ച് അകത്തുകയറുന്ന ഇയാൾ അവിടെ താമസിച്ച് തുണി കഴുകിയും കേടുപാടുകൾ തീർത്തും വീട് വൃത്തിയാക്കി വയ്ക്കും. ഒരു ദിവസം വിജനമെന്ന് കരുതി കയറിയ വീട്ടിൽ അവിടുത്തെ സ്ത്രീ ഇയാളെ കാണാനിടയായെങ്കിലും അവർ നിശബ്ദയായി ഇയാളെ നിരീക്ഷിച്ചു. ഉറക്കമുണർന്ന തെസൂക്ക് ആ സ്ത്രീയെ കണ്ട് ഞെട്ടിയതും വാതിലിൽ ബെല്ലടിച്ചു. അവളുടെ ക്രൂരനായ ഭർത്താവ് അകത്തെത്തി അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. രക്ഷപ്പെട്ടോടിയ തെസൂക്ക് അവളുടെ ദയനീയാവസ്ഥ കണ്ട് തിരികെ വന്ന് ആ ധനികനെ ഗോൾഫ് ക്ലബ്ബ് കൊണ്ട് അടിച്ചു വീഴ്ത്തി അവളെയും കൂട്ടി ബൈക്കിൽ രക്ഷപ്പെട്ടു. ഇപ്പോൾ അവർ രണ്ടുപേരും ചേർന്ന് വീടുകൾ മാറി മാറി ഒളിച്ചു താമസിച്ച് പുതിയൊരു ജീവിതം തുടങ്ങി. ഒരു ബോക്സറുടെ വീട്ടിലെത്തിയപ്പോഴും ഭയമില്ലാതെ അവർ ഒരുമിച്ച് TV കണ്ട് അവിടെയും ജീവിതം തുടർന്നു.